എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഹിന്ദി ഗ്രാമറുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ ഗ്രാമർ നോക്കാറില്ല, പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് കുറച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറയാണ്, നിങ്ങളുടെ വീട് എവിടെയാണ്? നിങ്ങളുടെ വീട് എവിടെയാണ്? ആപ്ക ഘർ കഹാ ഹൈ? അല്ലാന്നുണ്ടെങ്കിൽ ആപ്കി ഘർ കഹാ ഹൈ? ആപ്ക എന്നാണോ പറയേണ്ടത്, അതോ ആപ്കി എന്നാണോ? അല്ലേ, ആപ്ക എന്നാണോ പറയേണ്ടത്, അല്ലെങ്കിൽ ആപ്കി എന്നാണോ? പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് കുറച്ചൊരു പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. ഓക്കെ, ഗ്രാമറുമായി ബന്ധപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. ഞാൻ പറയുകയാണ്, നിങ്ങളുടെ പേന എവിടെ? നിങ്ങളുടെ പേന എവിടെ? അപ്പോൾ പേന കലം എന്ന് പറയാം. അപ്പോൾ ആപ്ക കലം കഹാ എന്നാണോ, അതോ ആപ്കി കലം കഹാ എന്നാണോ? ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇതുപോലുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് അടിക്കാതെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കാണുക. അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, എന്താണ്? പുല്ലിംഗം, മെയിലാണ് പുല്ലിംഗം. ഇതെന്താണ്? ഇതാണ് സ്ത്രീലിംഗം, ഫീമെയിലാണ്. പുല്ലിംഗാണെങ്കിലോ, പുല്ലിംഗാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് അവിടെ മേര എന്നാണ് ഉപയോഗിക്കുക. മേര, ആപ്ക, തുമാര, ഉസ്ക അല്ലെങ്കിൽ ഉൻക. ഇനി ഫീമെയിൽ ആണെങ്കിലോ, നമ്മളൊരു ഫീമെയിലിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലോ അവിടെ നമുക്ക് മേര എന്നല്ല പറയേണ്ടത്, അവിടെ മേരി എന്നാണ് പറയേണ്ടത്. മേരി എന്നാണ്. മേരി, ആപ്കി, തുമാരി, ഉസ്കി, ഉൻകി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ മേര, മേര എന്ന് പറയാറുണ്ട്, മേ രേ എന്ന് പറയാറുണ്ട് അല്ലേ? മേ രേ എന്ന് പറയാറുണ്ട്. ഇങ്ങനെ മേര എന്ന് പറയാറുണ്ട്, അതുപോലെ മേ രേ എന്ന് പറയാറുണ്ട്. എപ്പോഴാണ് മേ രേ എന്ന് പറയേണ്ടത്? രേ പറയണത് നമ്മൾ മുതിർന്നവരെ കുറിച്ച് പറയുമ്പോൾ, റെസ്പെക്റ്റ് കൊടുത്ത് പറയുമ്പോഴാണ് നമ്മൾ മേരെ എന്ന് സാധാരണയായിട്ട് ഉപയോഗിക്കാറ്. മേരെ, അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ടെങ്കിൽ, ഓക്കെ, പ്ലൂറൽ ഫോം ആണെങ്കിൽ. അതുകൊണ്ടാണ് ഞാനിവിടെ അണ്ടർലൈൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ പിത അല്ലേ, പിത എന്ന് പറയുന്ന വേർഡിന്റെ അടിയിൽ നിന്നൊരു അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ്? പിത, ഈ പിത എന്ന് പറയുമ്പോൾ മേര എന്ന് പറയരുത്. മേരാ പിത, ആപ്കാ പിത, തുമാരാ പിത എന്ന് പറയരുത്. ഇവിടെ മേരെ പിത, മേരെ പിതാജി, ആപ്കെ പിതാജി, തുമാരേ പിതാജി, ഉസ്കെ, അങ്ങനെ പറയണം. എന്താ കാരണം അറിയോ? പിത എന്താണ്? തീർച്ചയായിട്ടും റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു വ്യക്തിയല്ലേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മേര എന്ന് പറയാത്ത മേരെ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതൊക്കെ എന്താണ്? പുല്ലിംഗാണ്. ഞാൻ ഓരോന്നോട് പറയാം. ഞാൻ പറയാണ്, എന്ത്? നിങ്ങളുടെ വീട് എവിടെയാണ്? നിങ്ങളുടെ വീട് എവിടെയാണ്? അപ്പം നിങ്ങളുടെ വീട്, നമുക്കറിയാം വീട്, ഗർ. ഈ ഗർ എന്താണ്? ഗർ എന്ന് പറയുന്നതാണ് പുല്ലിംഗാണ് ആണല്ലോ. പുല്ലിംഗ് ആയതുകൊണ്ട് നമുക്ക് ആപ്കി എന്ന് പറയരുത്. എന്ന് വേണം, ആപ്ക എന്ന് പറയണം. ആപ്ക ഘർ കഹാ ഹൈ? ആപ്ക ഘർ കഹാ ഹൈ? ആപ്ക എന്ന് പറയാം, ആപ്കെ എന്ന് പറയാം. ഓക്കെ, ആപ്ക ഘർ കഹാ ഹൈ? നിങ്ങളുടെ വീട് എവിടെയാണ്? ആപ്ക. ഇനി ഞാൻ പറയാണ്, ഇവിടെ നോക്കാം. വാഹനം, എന്താ പറയുക? വാഹനം, വാഹനത്തിന് നമ്മൾ പറയും ഗാഡി. അപ്പൊ നിങ്ങളുടെ വാഹനം എവിടെയാണ്? നിങ്ങളുടെ വാഹനം എവിടെയാണ്? അപ്പൊ നമുക്കറിയാം, ഗാഡി എന്ന് പറയുന്നതാണ് ഫീമെയിൽ അല്ലേ, സ്ത്രീലിംഗാണ്. അവിടെ നമുക്ക് ആപ്ക എന്ന് പറയരുത്, അവിടെ ആപ്കി എന്ന് പറയേണ്ടി വരും. എന്താണ്? ആപ്കി. ആപ്കി ഗാഡി കഹാ ഹൈ? ആപ്കി ഗാഡി കഹാ ഹൈ? ആപ്ക എന്ന് പറഞ്ഞാൽ പിന്നെ അത് തെറ്റാണ്. ആപ്കി ഗാഡി കഹാ ഹൈ? അപ്പം അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്, അറിഞ്ഞിരിക്കേണ്ട ക്ലാസ്സാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇതൊന്നും നോക്കാതെ സംസാരിക്കാറുണ്ട്, പക്ഷേ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. നമ്മുടെ ഒന്നാമതാണ് എന്താണ്? പിതാജി. തീർച്ചയായിട്ടും ഒരു നമ്മൾ മേര എന്ന് പറയുന്നത് മേരെ, മേരെ പിതാജി, ആപ്കെ പിതാജി. മേരി എന്ന് ഒരിക്കലും പറയരുത്, കാരണം പിത എന്താണ്? ഒരു പുല്ലിംഗാണ്. രണ്ടാമതാണ് ബായ്. എന്താണ്? ബായ്. ബായ് എന്താണ്? പുല്ലിംഗ് ആയതുകൊണ്ട് നമുക്ക് പറയാം മേരാ ബായ്. മേര എന്ന് പറയാം, മേരെ എന്നും പറയാം. മേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബായ് അല്ലേ, ചെറിയ സഹോദരൻ, എൻ്റെ അനിയൻ. മേരെ എന്ന് പറഞ്ഞാൽ മേരെ ബായ്, മേരെ ബായ്. നമ്മൾ വലിയ ആളുകളെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ വലിയ സഹോദരനെ കുറിച്ച് പറയുമ്പോൾ മേരെ ബായ് എന്ന് പറയാം. എൻ്റെ വലിയ ജ്യേഷ്ഠൻ, മേരെ ബഡാ ബായ്, മേരെ ബഡാ ബായ്. ഓക്കെ, ഇനി അടുത്താണ് ബേട്ട. ബേട്ട പുല്ലിംഗാണ്. അപ്പോൾ മേരാ ബേട്ട, ആപ്ക ബേട്ട, തുമാര ബേട്ട. ഗർ തീർച്ചയായിട്ടും എന്താണ്? പുല്ലിംഗാണ്. ആപ്ക ഗർ കഹാ ഹൈ? തുമാര ഗർ കഹാ ഹൈ? ഉസ്ക ഗർ കഹാ ഹൈ? ഉൻക ഗർ കഹാ ഹൈ? ഓക്കെ, മേര. സ്കൂൾ എന്താണ്? പുല്ലിംഗാണ്. അതുപോലെ കമര, നിന്റെ റൂം എവിടെയാണ്? നിന്റെ റൂം എവിടെയാണ് പറയാം. ആപ്കി ആണ് പറയുന്നത്, അതോ ആപ്ക ആണോ? തീർച്ചയായിട്ടും നമുക്ക് ആപ്ക എന്നാണ് പറയേണ്ടത്. കാരണം എന്താണ്? റൂം ഉണ്ടോ? റൂം എന്താ പറയുക? കമര. കമര എന്താണ്? പുല്ലിംഗാണ്. പറയും ആപ്ക കമര കഹാ ഹൈ? ആപ്ക കമര കഹാ ഹൈ?
ആപ്കി എന്ന് പറയുന്നത് ആപ്ക കമറ കഹാ ഹെ. അതുപോലെ രാസ്ത, രാസ്ത എന്ന് പറഞ്ഞാൽ എന്താണ്? വഴിയാണ്, വഴി. ഓക്കെ, നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി. സഫലത കെ ലിയെ ആപ്ക ജോ രാസ്ത ഹെ ആപ്ക, ആപ്ക എന്ന് പറയുന്നത്. ഇനിയാണ് എന്ത്? ഗാന. ഗാന എന്ന് പറഞ്ഞാൽ പാട്ട്. പാട്ട് എന്താണ്? പുല്ലിംഗാണ് കേട്ടോ, പുല്ലിംഗാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ പാട്ട് വളരെ അധികം നന്നായിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ആപ്ക ഗാന ബഹുത് അച്ചായ. ഓക്കെ, ആപ്ക ഗാന, ആപ്ക എന്ന് പറയണം. ആപ്ക അല്ലെങ്കിൽ മേരാ ഗാന, ആപ്ക ഗാന, തുമാരാ ഗാന. അതുപോലെ കപ്പട. കപ്പട എന്താണ്? കപ്പട തുണി. ഇത് ആ തുണിയല്ല, കപ്പട എന്ന് പറഞ്ഞാൽ തുണിയാണ് കേട്ടോ, തുണി, സാധാ തുണി. അപ്പോൾ കപ്പട എന്ന് പറയുന്നത് എന്താണ്? കപ്പട ഒരു സ്ത്രീലിംഗല്ല, പുല്ലിംഗാണ്. അപ്പോൾ നിങ്ങളുടെ തുണി എന്ന് പറയുമ്പോൾ ആപ്ക കപ്പട, ആപ്ക കപ്പട. ഓക്കെ, ഇനി അടുത്താണ് ഗ്ലാസ്. ഗ്ലാസ്സിന് പറയും ഗിലാസ് എന്ന് പറയാം. ഹിന്ദിയിൽ ഗിലാസ് എന്ന് പറയും, ഗിലാസ്, ഗിലാസ്, ഗിലാസ്. ഓക്കെ, നിങ്ങളുടെ ഗ്ലാസ് എവിടെ? നിങ്ങളുടെ ഗ്ലാസ് എവിടെ എന്ന് നോക്കുമ്പോൾ ആപ്ക ഗിലാസ്. ആപ്കിതല്ല, ആപ്ക ഗ്ലാസ് എന്ന് പറയണം. അതുപോലെ ടേബിൾ. ടേബിളിന് ഹിന്ദിയിൽ മേജ് എന്ന് പറയാം, മേജ്. പക്ഷേ ചില വാക്കുകൾ എപ്പോഴും ഏത് ഭാഷയാണെങ്കിലും നമ്മൾ ഇംഗ്ലീഷിലാണ് പറയാം അല്ലേ. മലയാളം സംസാരിക്കുമ്പോൾ നമ്മൾ ടേബിൾ, ടേബിളിനെ പറയാം. അതുപോലെ ഹിന്ദിയിലും മേജ് എന്നല്ല പറയാം, അവർ ടേബിളിനാണ് പറയാം. അപ്പോൾ ടേബിൾ എന്താണ്? ടേബിൾ പുല്ലിംഗാണ്. അപ്പോൾ അതുകൊണ്ട് ആപ്ക ടേബിൾ, മേരാ ടേബിൾ, തുമാര ടേബിൾ, ഉസ്ക ടേബിൾ എന്ന് പറയാം. അല്ലാതെ മേരി ടേബിൾ, ആപ്കി ടേബിൾ എന്ന് പറയരുത്. ഇനി അടുത്താണ് ദർവാജ. ദർവാജ എന്ന് പറഞ്ഞാൽ ഡോർ അല്ലേ. ദർവാജ ഡോറാണ്. ഇതൊരു എന്താണ്? പുല്ലിംഗാണ്. എന്താണ്? പുല്ലിംഗാണ്. അതുപോലെ ബാഗ് എന്നാണ്, ബാഗ്. ഓക്കെ, ബാഗെന്ന് പറയാം അവർ, ബാഗ്. ബാഗ് എന്താണ്? പുല്ലിംഗാണ്. നിങ്ങളുടെ ബാഗ് എവിടെ? നിങ്ങളുടെ ബാഗ് എവിടെ? ആപ്ക ബാഗ് കഹാ ഹെ. എൻ്റെ ബാഗ് എവിടെ? മേരാ ബാഗ് കഹാ ഹെ. അല്ലാതെ മേരി ബാഗ് കഹാ ഹെ, ആപ്കി ബാഗ് കഹാ ഹെ എന്ന് പറയരുത്. ഇനി അടുത്താണ് കപ്പ്. ഓക്കെ, കപ്പ് എന്താണ്? പുല്ലിംഗാണ്. അതുപോലെ ചഷ്മ. ചഷ്മ എന്ന് പറഞ്ഞാൽ ചഷ്മ കണ്ണട. ചഷ്മ എന്ന് പറഞ്ഞാൽ കണ്ണട. ഓക്കെ, നിങ്ങളുടെ കണ്ണട എവിടെ? ആപ്ക ചഷ്മ, ആപ്ക ചഷ്മ കഹാ ഹെ. ഫോൺ. ഫോൺ എന്താണ്? ഫോൺ അതും ഒരു പുല്ലിംഗാണ്. അപ്പോൾ നിങ്ങളുടെ ഫോൺ എവിടെ ചോദിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഫോൺ എവിടെ? മേരി എന്ന് പറയരുത്, മേരാ എന്ന് പറയണം. മേരാ ഫോൺ കഹാ ഹെ, അല്ലെങ്കിൽ ആപ്ക ഫോൺ കഹാ ഹെ. എന്താ കാരണം? അതിൻ്റെ കാരണം ഇതൊക്കെ എന്താണ്? പുല്ലിംഗാണ്. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ നോക്കാം. ഇതാണ് സ്ത്രീലിംഗം. ഇവിടെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കരുത് കേട്ടോ, ഇത് ഉപയോഗിച്ച് പോകരുത്. ഇത് ഉപയോഗിക്കാതെ ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ പറയാണ് മാത, അമ്മ. നിങ്ങളുടെ അമ്മ എവിടെ? നിങ്ങളുടെ അമ്മ എവിടെയാണ്? അപ്പോൾ മേരി എന്ന് പറയണം. കാരണം നമ്മൾ ചോദിക്കുന്ന ആരെക്കുറിച്ചാണ്? ഒരു ഫീമെയിലിനെ കുറിച്ചല്ലേ. ഫീമെയിലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇതാണ് ചേർക്കേണ്ടത്. മേരി മാതാ കഹാ ഹെ, അല്ലെങ്കിൽ മേരി മാതാജി കഹാ ഹെ, ആപ്കി മാതാജി കഹാ ഹെ. ഓക്കെ, തുമാരി മാതാജി കഹാ ഹെ. അതുപോലെ ബഹൻ. ബഹൻ എന്താണ്? സഹോദരി അല്ലേ, സഹോദരി ആണല്ലോ. അപ്പോൾ മേര എന്ന് പറയരുത്, ആപ്ക എന്ന് പറയരുത്. മേരി ബഹൻ കഹാ ഹെ, ആപ്കി ബഹൻ കഹാ ഹെ, തുമാരി ബഹൻ കഹാ ഹെ, തുമാരി. ജിന്ദഗി. ജിന്ദഗി എന്താണ്? ജീവിതം. എൻ്റെ ജീവിതം എന്ന് പറയണം. എൻ്റെ ജീവിതം, എൻ്റെ ജീവിതം. മേരാ ജിന്ദഗി എന്ന് പറയരുത്, അവിടെ മേരി ജിന്ദഗി എന്ന് പറയണം. നമ്മൾ മേരി ജിന്ദഗി എന്ന് പറയണം. എന്താ കാരണം? ജിന്ദഗി എന്താണ്? സ്ത്രീലിംഗാണ്. അതുപോലെ ദുനിയ. ദുനിയ അല്ലേ പറയാല്ലേ, ദുനിയ. പൂരി ദുനിയ. പൂര എന്നല്ല പറയാ, പൂരി ദുനിയ. പൂരി ദുനിയ, കംപ്ലീറ്റ് വേൾഡ്. ദുനിയ എന്ന് പറഞ്ഞാണ് വേൾഡ് നടത്താം, വേൾഡ്. എനിക്ക് പറയാം കംപ്ലീറ്റ് വേൾഡ്, കംപ്ലീറ്റ് വേൾഡ് എന്ന് പറയാം. പറയാം പൂരി ദുനിയ, പൂരി ദുനിയ, അല്ലാതെ പൂരാ ദുനിയ എന്ന് പറയരുത്. കാരണം എന്താണ്? സ്ത്രീലിംഗാണ്. അതുപോലെ ഗാഡി. ഞാൻ പറഞ്ഞു നിങ്ങളുടെ വാഹനം എവിടെ? ആപ്കി ഗാഡി കഹാ ഹെ. ആപ്കി എന്ന് പറയേണ്ടി വരും, ആപ്ക എന്ന് പറയരുത്. ആപ്കി ഗാഡി കഹാ ഹെ. അതുപോലെ ചാബി. കീ ഇല്ലേ, കീ, ചാവി. ചാവി ചാവി എന്താണ്? സ്ത്രീലിംഗാണ്. അപ്പോൾ നിന്റെ ചാവി എവിടെ? നിന്റെ ചാവി എവിടെ? ആപ്കി ചാബി കഹാ ഹെ. ആപ്കി, ആപ്ക എന്ന് പറയുന്നത് ആപ്കി ചാബി കഹാ ഹെ. അതുപോലെ ഉമ്മീദ്, പ്രതീക്ഷ. ഉമ്മീദ്, ആപ്കി ഉമ്മീദ്, മേരി ഉമ്മീദ്, തുമാരി ഉമ്മീദ്. ഓക്കെ, ഉമ്മീദ്. കുർസി. എടാ നിന്റെ ചെയർ എവിടെ? നിന്റെ കസേര എവിടെയെന്ന് ചോദിക്കണം. അപ്പോൾ പറയാം ആപ്കി കുർസി. ആപ്കി എന്ന് പറയേണ്ടി വരും. ആപ്കി കുർസി, മേരി കുർസി, തുമാരി കുർസി. അല്ലാതെ മേരാ കുർസി എന്ന് പറയരുത്, ആപ്ക പറയരുത്, തുമാരൊന്നും പറയരുത്. ഇതാണ് പറയേണ്ടത്. ക്ലിയർ? അതുപോലെ ഇതാണ് ഗഡി. ഗഡി എന്ന് പറഞ്ഞാൽ വാച്ച്, വാച്ച്. ഓക്കെ, നിങ്ങളുടെ വാച്ച് എവിടെ? ആപ്കി ഗഡി കഹാ ഹെ. ആപ്കി ഗഡി കഹാ ഹെ. കിതാബ്. കിതാബ് എന്താണ്? സ്ത്രീലിംഗാണ്.
ആപ്കാ കിതാബ് എന്ന് പറയുന്നത് ആപ്കി കിതാബ് കഹാ ഹെ, ആപ്കി കിതാബ് കഹാ. അതുപോലെ കലം, പേന, പേനയും എന്താണ്? പേന ഫീമെയിൽ ആണ്, എന്നാലും സ്ത്രീലിംഗ് ആയതുകൊണ്ട് ആപ്ക എന്ന് പറയരുത്, മേര എന്ന് പറയരുത്. മേരി കലം കഹാ ഹെ, ആപ്കി കലം കഹാ ഹെ. ഓക്കെ. ദുകാൻ, ദുകാൻ എന്ന് പറഞ്ഞാൽ കട. നിങ്ങളുടെ കട എവിടെയാണ്? ആപ്കി ദുകാൻ കഹാ ഹെ. ആപ്ക എന്ന് പറയരുത്, ആപ്കി ദുകാൻ കഹാ ഹെ, നിങ്ങളുടെ കട എവിടെയാണ്? അതുപോലെ ദീവാർ, ദീവാർ എന്ന് പറഞ്ഞാൽ മതിൽ, ദീവാർ എന്ന് പറഞ്ഞാൽ മതിൽ എന്നാണ്. അതുപോലെ കീഷ, കീഷ എന്ന് പറയാ ജേബാണ്, ജേബ്. ഈ ജേബ് എന്താണ്? ജേബ് എപ്പോഴും സ്ത്രീലിംഗാണ്. ഓക്കെ. ആപ്കി ജേബ്, ആപ്കി ജേബ് में कुछ है, നിങ്ങളുടെ കീശ എന്തോ ഉണ്ട്, നിങ്ങളുടെ കീശയിൽ എന്തോ ഉണ്ട് എന്ന് പറയണം. അപ്പൊ ആപ്കാ ജേബ് എന്ന് പറയരുത്, ആപ്കി ജേബ് में कुछ है, ആപ്കി ജേബ് में कुछ है. അതുപോലെ തസ്വീർ, തസ്വീർ എന്ന് പറഞ്ഞാൽ ചിത്രം. തസ്വീർ എന്താണ്? ഒരു ഫീമെയിൽ ആണ്, സ്ത്രീലിംഗാണ്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ വളരെ നന്നായിട്ടുണ്ട്, നിങ്ങളുടെ ഫോട്ടോ വളരെയധികം നന്നായിട്ടുണ്ട് പറയാം. അപ്പോൾ പറയാം ആപ്കി തസ്വീർ, അതുപോലെ ആപ്കി തസ്വീർ എന്ന് പറയാം. ആപ്കി, ആപ്ക എന്ന് പറയുന്നത് ആപ്ക തസ്വീർ, നിങ്ങളുടെ ചിത്രം അല്ല, ആപ്കി തസ്വീർ, ആപ്കി തസ്വീർ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇതാണ് സഹായം. സഹായത്തിന് പറയും നമ്മൾ എന്താ പറയുക? മദത് എന്ന് പറയാം. മദത്, മദത് എന്താണ്? നിങ്ങളുടെ സഹായം വളരെയധികം ഉപകാരപ്പെട്ടതാണ് അല്ലെങ്കിൽ ഉപകാരമുള്ളതാണ്. അപ്പോൾ എന്താ പറയുക? ആപ്കി മദത്, അല്ലാതെ ആപ്ക എന്ന് പറയരുത്. ഓക്കെ. മേരി മദത്, ആപ്കി മദത് എന്ന് പറയണം. ഓക്കെ. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ നോക്കാറില്ല, പക്ഷേ അറിഞ്ഞിരിക്കണം, അത് നിർബന്ധമാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്, സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ. ആപ്കോ മേരാ बहुत बहुत धन्यवाद.